ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഇതിന് കോംപ്രമൈസ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റില്. പിന്നെ അതുപോലെ തന്നെ അബണ്ടൻസ് വന്നിട്ടുണ്ട്. സപ്രഷൻ വന്നിരിക്കുന്നു. റിസപ്റ്റിവിറ്റി. ഹീലിംഗ്. ട്രസ്റ്റ്. പാസ്റ്റ് ലൈഫ്സ്. ഗിൽറ്റ്. ബോട്ടം വന്നിരിക്കുന്നത് ബർഡൻ ആണ്. കണ്ടില്ലേ, ഇത് ബർഡൻ പലരുടെയും അനുഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറത്തായിട്ട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ചുമലിലുണ്ട്. അതെല്ലാം കൂടെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കാര്യം കൂടി ഏറ്റെടുക്കും. ചെയ്തു തരാം, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും. എന്നിട്ടോ കുറച്ചുകൂടി കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുകൂടി ഏറ്റെടുക്കും. അത്രമാത്രം നല്ല വ്യക്തികളാണ് നിങ്ങൾ അത്രമാത്രം നല്ല മനസാക്ഷിയുള്ളവരാണ്. കാരണം അങ്ങനെ മനസാക്ഷിയുള്ള വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റുകയുള്ളൂ. പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ ചിലത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടണമോ, ശാന്തി ലഭിക്കണമോ, നിങ്ങൾ കുറച്ചൊക്കെ കണ്ണടച്ചേ മതിയാകും. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ. ആദ്യം നിങ്ങൾ അത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കൂടി ഏറ്റെടുത്തിട്ട് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, അത് മതി. ഇനി അങ്ങനെ ചെയ്യണ്ട. ഇനി നിങ്ങളുടെ കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. ഒരുപാട് ഭാരം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? എന്നിട്ട് മറ്റുള്ളവർ പറയുന്നതെല്ലാം കൂടെ കേട്ട് അതും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവസാനം നിങ്ങളുടെ കാര്യവുമില്ല, അവരുടെ കാര്യവുമില്ല. പക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ എനർജി ഡൗൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഇവിടെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ് അത്യാവശ്യം. അതാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം. നിങ്ങളുടേതായ കാര്യങ്ങൾ ആദ്യം നിങ്ങളൊരു കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളും. മനസ്സിലായി? അതാണ് പറയുന്നത്. ചുമലിൽ വലിയ ഭാരം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് അതല്ല, നിഷ്കളങ്കതയുള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപാട് ദുഃഖങ്ങളിലേക്ക് വീണ്ടും വന്നു പെടുന്നത്.
ഇല്ല എങ്കിൽ അങ്ങനെ വരില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കോംപ്രമൈസ് ആണ്. ഈ ഒരു കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തും. ഇനി അഥവാ അതുമല്ല, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തു പോയി എങ്കിൽ മാത്രമേ, ഒത്തൊരുമയോടുകൂടി പോയി എങ്കിൽ മാത്രമേ അതൊരു സക്സസ് ആവൂ, നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ. അതുപോലെ തന്നെ ലൈഫായാലും മറ്റെന്ത് കാര്യമായാലും അവിടെ ഒരു വിജയം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്തു പോയേ മതിയാകൂ. എങ്കിൽ അങ്ങനെ തന്നെ പോകണം എന്നാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അല്ലാതെ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഈ മനസ്സിൽ കുറെ ഈഗോയുണ്ട്, അത് വെച്ചുകൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എങ്ങും എത്തുകയില്ല. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കാത്ത കാര്യം നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പരസ്പര സഹകരണത്തോടുകൂടി മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചിലപ്പോൾ കോംപ്രമൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 6 ആണ് നമ്പർ. നിങ്ങളുടെ സ്നേഹ കാര്യത്തിന് ഒരു മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നുപോയ വ്യക്തികൾ വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. വീണ്ടും ഒന്നിച്ചൊരു ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിരിക്കുന്ന അബണ്ടൻസ് ആണ്. അതെ, ആവശ്യമുള്ള കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഒത്തൊരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നിച്ചു ചേർന്ന് പോയി കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, അബണ്ടൻസ് വരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് നേടാൻ പറ്റുന്നത്? എന്തെങ്കിലും ചിലപ്പോൾ നേടാൻ പറ്റിയേക്കും. പക്ഷേ ചില കാര്യങ്ങൾ, അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ, ഒരു കുടുംബത്തിന് അത്യാവശ്യമുള്ളതായ കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി പരസ്പരം സ്നേഹത്തോടുകൂടിയും മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലരിലേക്കും അബണ്ടൻസ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ നിങ്ങൾ ഇന്ന് പറയേണ്ടത് എന്താണ്? ഐ ആം അബണ്ടന്റ്, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തട്ടി പറയുക. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ ഒരു എനർജി, നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും അത് ആ ഒരു എനർജി അങ്ങോട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സപ്രഷനാണ്, അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ കാര്യങ്ങളും സപ്രസ് ചെയ്ത് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പേടിച്ച് ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ട് അനുഭവിക്കുകയാണ്, ദുഃഖം അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. ഒന്നിലും ഒരു സ്വാതന്ത്ര്യവുമില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആർക്കും പ്രയോജനമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായത്തിന് വേണ്ടി നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് വിലയില്ല. സ്വന്തമായി ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്നും നടത്താൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങളൊന്നും സാധിക്കാൻ പറ്റുന്നില്ല, സ്വയം സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, സ്വയം എന്താണ് ആനന്ദിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 10 ആണ് നമ്പർ. ഇതിവിടെ നിങ്ങൾക്ക് അവസാനിക്കുമെന്നാണ് കാണുന്നത്. ഇത്രമാത്രം ബുദ്ധിമുട്ടി കഴിയുന്ന ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് അവസാനിക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം, നിങ്ങളുടേതായി ബുദ്ധിമുട്ടി വരുന്ന ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വയം വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 10 ആണ്. നമ്പർ 1ന്റെ എനർജി ഇവിടെ വരുന്നുണ്ട്. 1ലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് റിസപ്റ്റിവിറ്റിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും
ചെറിയ ചില ഗിഫ്റ്റുകൾ കിട്ടാനോ, ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സമ്മാനം ലഭിക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ചില അഭിനന്ദനങ്ങൾ, നല്ല ചില സന്തോഷ വാർത്തകൾ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഇന്നത്തെ ദിവസം. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഈ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ തിരിച്ചറിവ് നേടിയിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള സമയം, ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുകയാണ് നിങ്ങൾക്കിവിടെ. നിങ്ങൾക്ക് പ്രപഞ്ച സത്യം അറിഞ്ഞു മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം നിങ്ങളത് ആഗ്രഹിച്ചതാണ്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാവാം. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അതുവഴി നിങ്ങളിലേക്ക് ജീവിതത്തിന് പ്രോഗ്രസ് ഉണ്ടാവുന്നു. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനും നിങ്ങളെ അഭിനന്ദിക്കാനും ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അടുത്തതായിട്ട് ഹീലിംഗ് ആണ്. അസുഖത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് ഒന്ന് സൗഖ്യപ്പെടാൻ കഴിയുന്നു, ശരീരസുഖം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്വയം ഹീൽ ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിസാരമായ അസുഖങ്ങൾ ചിലത് നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അസുഖം വന്നത് എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ സ്വയം നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. സ്വയം ഹീൽ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നു. അപ്പൊ നിങ്ങളുടെ പോസിറ്റിവിറ്റി നിറഞ്ഞ ചില വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റ് ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾ യൂണിവേഴ്സിൽ അല്ല, ഇനി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളിലായാലും നിങ്ങൾക്ക് വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ആ ഒരു ഫെയ്ത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടോ, ആരോടെങ്കിലും വേണമോ, ആരോട് വേണമോ അത് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. യൂണിവേഴ്സിൽ തന്നെ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരുത്താൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ട്രസ്റ്റാണ് നിങ്ങൾ ഈ പറയുന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും, ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും. ഏത് കാര്യത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ്സ്, പലരും പലവിധ കാരണങ്ങൾ കൊണ്ട് മുൻപെങ്ങോ നടന്ന ചില കാര്യങ്ങളിലൊക്കെയും ഓർത്തിട്ട് വിഷമിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. അതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വേറൊരു കാര്യമാണ്, നമ്മൾ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കൾ മരിച്ചു, അവർ തിരിച്ചു വരുമോ? വരില്ല. പക്ഷെ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവാം എന്ന് കരുതി എല്ലായ്പ്പോഴും ആ ഒരു ദുഃഖത്തിൽ ഒതുങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി അവിടെ കുറഞ്ഞു വരും, ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏതെങ്കിലും വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയോ, ഇനി അതല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തൽക്കാലത്തേക്ക് വഴക്കിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയെന്നിരിക്കട്ടെ. അങ്ങനെ അകന്നുപോയ വ്യക്തിക്ക് വേണ്ടി വീണ്ടും ജീവിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട കാര്യവുമില്ല. ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. എന്തിന്? അവർ നിങ്ങളെ ഇട്ടിട്ട് പോയി. നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തി മരണപ്പെട്ടതല്ല, അല്ലാതെ തന്നെയും നിങ്ങളിൽ നിന്നും അകന്നുപോയ മറ്റു വ്യക്തികൾ ഉണ്ടാവുമല്ലോ സ്നേഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെയും. അപ്പൊ അങ്ങനെ പോയ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ആ വ്യക്തിക്ക് എന്നെ ഇന്ന് വേണ്ടെന്ന് വെച്ചിട്ട് പോയോ, ഇന്ന് എന്നെ വേണ്ടയോ എങ്കിൽ എനിക്ക് ഇന്നലെ ആ വ്യക്തിയെ വേണ്ട, ഞാൻ ഇന്നലെ ആ ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു.
എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത്. മനസ്സിലായി? അതല്ല, ഇനി ആ വ്യക്തി വരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് അവരെ ചേസ് ചെയ്ത് വരും എന്നുള്ള വിശ്വാസത്തിൽ ഇരുന്നിരുന്ന് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് വിഷമകരമായ സാഹചര്യത്തിലേക്ക് നീക്കേണ്ടതായിട്ട് വരും. വീണ്ടും നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള എനർജിയിൽ തങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്ത് ഗിൽറ്റാണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തെറ്റാണ് ചെയ്തത്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുകയാണ് നിങ്ങൾ തെറ്റാണ് ചെയ്തത്, ഏത് കാര്യവുമായിക്കോട്ടെ അതിന് ഒരു കുറ്റബോധം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. മനസാക്ഷി ഉള്ളവർക്കാണ് ആ ഒരു കുറ്റബോധം ഉണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞ് യൂണിവേഴ്സിനോട് ഫോർഗിവ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തരാവാൻ സാധിക്കും. മനസ്സിലായി? ഞാൻ ആ തെറ്റ് ചെയ്തു പോയി, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി, അതിനായിട്ട് എനിക്ക് മാപ്പ് തരണേ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇത്ര മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ ഇതൊരു നല്ല ഒരു എനർജി കൊടുത്തു വേണം പറയാൻ, അതിന്റെ വൈബ്രേഷൻ ഉണ്ടാവണം. മനസ്സിലായോ? അങ്ങനെ വേണം തിങ്കിങ്ങിന് വൈബ്രേഷൻ ഉണ്ടാവണം, ചിന്തകൾക്ക്. അതുപോലെ എന്ത് നല്ല കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിരന്തരം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, ഗിൽറ്റാണ്. കണ്ടില്ലേ? ചെയ്ത തെറ്റിന് വേണ്ടി പശ്ചാത്തപിക്കുകയാണ്. കുറ്റബോധം ഉണ്ടാകുന്നുണ്ടായി. കുറ്റബോധം ഉണ്ടാകുന്നത് നല്ല വ്യക്തികൾക്കാണ് കുറ്റബോധം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ അത് തിരിച്ചറിയാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം. ടാരോ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ. ഇത് ടവറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല? അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഈ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൺമുൻപിലായിരിക്കും. അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം വാങ്ങിച്ച വാഹനം വളരെയധികം സന്തോഷത്തോടു കൂടി ഇവിടെ നിന്നെങ്കിലും ഒക്കെ സാമ്പത്തികം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വാങ്ങിച്ചതായിരിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ലോൺ എടുത്തൊക്കെ ഉണ്ടാക്കിയ വീടായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹത്തോടു കൂടി നേടിയ ഒരു ജോലിയാവാം, വിവാഹബന്ധമാവാം. അവിടെയൊക്കെയും തകർച്ച വരികയാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് തകർച്ച വരികയാണ്. അത് സഹിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടാക്കും. പക്ഷെ അവിടെ നിങ്ങൾ തളർന്നിരിക്കുകയല്ല വേണ്ടത്, അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരികയാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും നല്ല വഴിയിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. മനസ്സിലായോ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിഷമകരമായ സാഹചര്യം കണ്ടിട്ട് അവിടെ അതിൽ തന്നെ അങ്ങ് സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് വരില്ല, നന്മ വരില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയായിരിക്കണം എന്നെങ്കിലും മനസ്സിലൊന്ന് പറയാൻ ശ്രമിക്കുക. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് മുക്തരാവും. നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾക്ക് വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ അബണ്ടൻസിലേക്ക് തന്നെ നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സെവൻ ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാവും. കാര്യം പലരും നിങ്ങളോട് വന്ന് ചോദിക്കും, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് എന്താണ് തരാഞ്ഞത്, തരാമെന്ന് പറഞ്ഞതല്ലേ, സമയത്തിന്റെ കാലാവധി കഴിഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റും കൂടും. ഒരുപാട് പേരുടെ കൂരമ്പുകൾ ഏൽക്കേണ്ടതായിട്ട് വരും. അക്ഷരങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലാക്കും. അതൊന്നും കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു നല്ല സമയം വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരികയാണ്.
നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് സ്നേഹം, ഒരുപാട് പേരുടെ സ്നേഹം വരും. ഇത്രമാത്രം ചില വ്യക്തികൾ നിങ്ങളെ ശപിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വേറെ ചിലരുണ്ട് നിങ്ങൾക്ക് സഹായം തരാനായിട്ട്. മനസ്സിലായി? അല്ലാതെ എല്ലാവരും കൂടി നിങ്ങളോട് ഒന്നിച്ച് ഒരു യുദ്ധത്തിന് വരികയല്ല ചെയ്യുന്നത്. അങ്ങനെ വന്നു വന്നിരുന്നോട്ടെ, പക്ഷെ അതിനപ്പുറത്ത് വേറെ ചില ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് സഹായത്തിനായിട്ട്. ഇവിടെ നിങ്ങളിലേക്ക് സഹായം തരാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിക്കായാലും മറ്റു പല കാര്യങ്ങളിലേക്കായാലും നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായാലും നിങ്ങളെ കോൾ ചെയ്യാനായാലും നിങ്ങളോട് സംസാരിക്കാൻ എന്തായാലും ശരി, നിങ്ങളെ കാണാനും നിങ്ങൾക്കൊരു സഹായത്തിനായിട്ട് ആളുകൾ നിങ്ങളോടൊപ്പം വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ജഡ്ജ്മെന്റ് ആണ്, നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കും. കണ്ടില്ലേ? ഈ ഇത്രമാത്രം വലിയ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. അതായത് നല്ലതുപോലെ നിങ്ങൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണത്. അത് ദൈവികമായ ഒരു സപ്പോർട്ട് തന്നെയാണ്, ദൈവികമായ ഒരു ഗിഫ്റ്റ് തന്നെയാണത്, ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ജഡ്ജ്മെന്റ്. അങ്ങനെ നിങ്ങളിലേക്ക് ജഡ്ജ്മെന്റ് വരാനുള്ള സമയമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് പലതരത്തിലുള്ള നമ്മുടെ റിസപ്റ്റിവിറ്റി പറഞ്ഞില്ലേ, പല വിധത്തിലുള്ള സമ്മാനങ്ങളും ഒക്കെ ലഭിക്കാൻ, സന്തോഷങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സമയം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരും, സമ്പത്തിൻ്റെതായ സഫലത, ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെന്താ വേണ്ടത്? ഇവിടെ സമൃദ്ധി, ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് നിറഞ്ഞു കവിഞ്ഞു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രമാത്രം ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷത്തിലേക്കാണെന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും സാമ്പത്തികത്തിന്റെ തുടക്കം നിങ്ങളിലേക്ക് വരും. ഇവിടെയോ സമ്പത്തിൻ്റെതായ അഭിവൃദ്ധി വരുന്നുണ്ട്. ഈ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്നത് സഫലത, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ജോലിയാവാം, വിവാഹമാകാം, അത് നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള വളരെ നല്ല സന്തോഷകരമായ എനർജി നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്കൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച മനസ്ഥിതി ഉണ്ടാവുന്നു. ഒരു കോൺഫിഡൻസ് ലഭിച്ചിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെയും എന്താണ്, ഒരു തുടക്കം, സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സമ്പത്തിന്റെ തുടക്കം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് ആണ്. അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനും കൂടെ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ തുടക്കം വരുന്നുണ്ട്, അഭിവൃദ്ധി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ബാലൻസ് ചെയ്ത് പോകാൻ കൂടെ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 2-3 കാർഡ്സ് വന്നിരിക്കുന്നതൊക്കെയും പെന്റക്കിളിന്റെ എനർജിയാണ്. പെന്റക്കിളിന്റെ എനർജി ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അബണ്ടൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഒരു നല്ല സമയത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.